അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സം കാർബൺ ഡൈ ഓക്സൈഡ് വാസ് കെപ്റ്റ് ഇൻ എ സീൽഡ് കണ്ടെയ്നർ അറ്റ് എ പ്രഷർ ഓഫ് 1 atm ആൻഡ് അറ്റ് 273 Kelvin എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കീപ്പ് ചെയ്തേക്കുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്തു? ലൈമിൽ കൂടെ, കാൽസ്യം ഹൈഡ്രോക്സൈഡിൽ കൂടെ പാസ് ചെയ്തു. ലൈം സൊല്യൂഷനിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ലൈം വാട്ടറിൽ കൂടെ പാസ് ചെയ്യുന്നു. കാൽസ്യം ഹൈഡ്രോക്സൈഡിൽ പാസ് ചെയ്യുന്നു. ദ എക്സസ് അൺറിയാക്റ്റഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് വാസ് ലേറ്റർ ന്യൂട്രലൈസ്ഡ് ബൈ 0.1 molar 40 ml HCl. If the volume of the sealed container of carbon dioxide was X, then X is. ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം ഇത് ബേസിക് കോൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. മോൾ കോൺസെപ്റ്റ് ആണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഇവിടെ 2 റിയാക്ഷനുകൾ നമുക്ക് ഇവിടെ ഇൻവോൾവ് ആണ്. നമുക്കിത് റിവേഴ്സ് അനാലിസിസ് ആണ് ഇവിടെ വേണ്ടത്. ശ്രദ്ധിക്കുക, ആദ്യമേ ഉണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ ലൈം വാട്ടറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? അത് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടാവും. ഞാൻ ആ റിയാക്ഷൻ ഇവിടെ നിന്ന് എഴുതാം. സോ ലെറ്റ് മീ റൈറ്റ് ദ റിയാക്ഷൻ. CaOH twice plus CO2 gives CaCO3 and H2. ഓക്കെ, അതിനുശേഷം ഇതിനകത്ത് അൺറിയാക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായിരുന്നു. അത്രേ അൺറിയാക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്തു? ആ അൺറിയാക്റ്റഡ് ആയിട്ടുള്ള കാൽസ്യം ഹൈഡ്രോക്സൈഡിനെയാണ് 0.1 molar 40 ml HCl വെച്ച് നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു. ഞാൻ അതിൻ്റെ റിയാക്ഷൻ നമുക്കിവിടെ തൽക്കാലത്തേക്ക് എഴുതുകയാണ്. സോ CaOH twice plus 2 HCl gives CaCl2 and 2 H2. ഇവിടെ നമുക്ക് വേണ്ടത് റിവേഴ്സ് അനാലിസിസ് ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന HCl ശ്രദ്ധിക്കുക. 1 mol കാൽസ്യം ഹൈഡ്രോക്സൈഡിന് 2 mol HCl ആണ് ഇവിടെ ആവശ്യം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, നമ്മളിവിടെ യൂസ് ചെയ്തത് 0.1 molar 40 ml HCl ആണ്. നമുക്കറിയാം മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ml എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മില്ലി മോൾസ് ആണ്. നമ്പർ ഓഫ് മില്ലി മോൾ. മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ ആയിരുന്നെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് എന്ന് എഴുതായിരുന്നു. മില്ലി ലിറ്റർ ആയതുകൊണ്ട് മില്ലി മോൾസ് എന്ന് നമ്മൾ എഴുതാം. സോ ഇവിടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, 40 × 0.1 ദാറ്റ് ഈസ് 4 millimol HCl ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 4 millimol HCl ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ഒരു കാൽസ്യം ഹൈഡ്രോക്സൈഡിന് 2 HCl വേണം. ഇവിടെ 4 യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇവിടെ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. സോ 4 millimol HCl യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് വെറും 2 millimol ഉണ്ടായിരുന്നിട്ടുണ്ടാവുകയുള്ളൂ. ഈ 2 millimol എവിടെ നിന്നാണ് വന്നേ? കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ഷൻ കഴിഞ്ഞ ശേഷം അൺറിയാക്റ്റഡ് ആയിട്ടുള്ള കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടെ HCl ആയിട്ട് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. ദ എൻറ്റയർ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് വിത്ത് എക്സാക്ട്ലി ഹാഫ് ഓഫ് ദ ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇനിഷ്യലി എത്ര കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായിരുന്നോ അതിൻ്റെ പകുതിയുമായിട്ടാണ് ആര് റിയാക്ട് ചെയ്തത്? കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ 2 millimol എക്സസ് ആണ്. അപ്പോൾ ഇവിടെ എത്ര കാൽസ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നമുക്ക് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായിരുന്നത് 10 യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. ആ 10 യൂണിറ്റിൽ 5 യൂണിറ്റ്, പകുതി, എക്സാക്ട്ലി ഹാഫ് ക്വാണ്ടിറ്റിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്തത്. ബാക്കി ഹാഫ് ആണ് എന്ത് ചെയ്തത്? HCl-ഉമായിട്ട് റിയാക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ നോക്കുക, HCl-ഉമായിട്ട് റിയാക്ട് ചെയ്തത് 2 millimol ആയിരുന്നുവെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്യുന്നത് എത്രയായിരിക്കണം? അതും 2 millimol ആയിരിക്കണം. 2 millimol കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡായിട്ടും റിയാക്ട് ചെയ്യുക. 2 millimol അല്ലേ? കാരണം ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ പകുതിയാണ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, ബാക്കി പകുതിയാണ് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. HCl 4 millimol യൂസായി. അതിൻ്റെ അർത്ഥം കാൽസ്യം ഹൈഡ്രോക്സൈഡ് വെറും 2 millimol യൂസ് ചെയ്തിട്ടുള്ളൂ റിയാക്ഷന് വേണ്ടിയിട്ട്. ഇവിടെ 2 mol റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി 4 millimol കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇനിഷ്യലി പ്രസൻ്റ് ആയിരുന്നു. അതിൽ ബാക്കിയുള്ള 2 millimol ആണ് ആദ്യമേ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തു പോയത്. നോക്കുക, കാൽസ്യം ഹൈഡ്രോക്സൈഡ് 1 mol എടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് 1 mol ആണ് ആവശ്യം. സോ 2 millimol കാൽസ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് മനസ്സിലാവും 2 millimol കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ആകെ വേണ്ടത് ഈ ഒരു കോൺസെപ്റ്റ് മാത്രം. 1 mol കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP 1 atm 273 Kelvin എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനാണ്. 1 mol അറ്റ് STP ആയിരുന്നെങ്കിൽ
22,400 ml നമുക്ക് എഴുതാം. അപ്പോൾ 2 millimole ആണെങ്കിലോ, സോ 2 × 10⁻³ × 22,400 എന്നായിരിക്കും നമ്മുടെ വാല്യൂ വരിക. അപ്പോൾ ഈ വാല്യൂ എത്ര വരിക? 2 × 22.4, that will be 44.8 എന്നായിരിക്കും നമ്മുടെ ആൻസർ വരിക. The final answer will be 44.8. 44.8 ക്ലോസസ്റ്റ് ഇൻറ്റീജറിലേക്ക് നമ്മൾ എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? ഇറ്റ് വിൽ ബി 45. The closest integer value will be 45 here. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് റിവേഴ്സ് അനാലിസിസ് ആണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ചോദ്യം ഒന്നുകൂടെ അനലൈസ് ചെയ്യാം. കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതിനൊരു കണ്ടെയ്നറിൽ നമ്മൾ സീൽ ചെയ്ത് വെച്ചേക്കുകയാണ്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എക്സസീവ്ലി ബാക്കി ഉണ്ടായിരുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് HCl-ലുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, നമ്മൾ എത്ര കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടോ അതിൻ്റെ പകുതിയായിട്ട് മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സസ് എന്ന് പറഞ്ഞാൽ ബാക്കി പകുതി ആയിരിക്കണം. ആ ബാക്കി പകുതിയാണ് HCl-ലുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. 40 × 0.1, 4 millimole HCl ഇവിടെ യൂസ് ആയിട്ടുണ്ട്. കറസ്പോണ്ടിങ്ങിലി 2 millimole കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കണം റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത് ആദ്യമേ ഉണ്ടായിരുന്നതിൻ്റെ പകുതി മാത്രമാണ്. ബാക്കി പകുതി എവിടെയായിരിക്കും റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടായിരിക്കും റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഒരു കാൽസ്യം ഹൈഡ്രോക്സൈഡിന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വേണം, 2 millimole 2 millimole കാർബൺ ഡൈ ഓക്സൈഡ് വേണം. 1 mol കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 22,400 ml ആണ്, അല്ലെങ്കിൽ 22,400 cm³ ആണ്. ഇതിനെ ml എന്നോ cm³ എന്നോ രണ്ടും നമുക്ക് എഴുതാവുന്നതാണ്, ml or cm³. സോ 2 millimole വോളിയം എന്ന് പറഞ്ഞാൽ 2 × 10⁻³ into 22,400 ആയിരിക്കും in cm³ യൂണിറ്റ്. സോ ഫൈനൽ ആൻസർ വിൽ ബി 44.8 cm³. ഓക്കെ, ക്ലോസസ്റ്റ് ഇൻറ്റീജർ വാല്യൂ 45.